യെസ്. കടി അവൻ എന്തിയെ? ഹു ആർ യു? ഓ എന്റെ അടുത്ത് നമ്പർ വേണ്ട മോളെ. കടി അവന്റെ വിളി. ഹേയ് പുറത്തു പോണം മിസ്റ്റർ. അല്ല ഞാൻ പുറത്ത് പോക്കോളാം. പക്ഷെ അതിനു മുമ്പ് അവന്റെ ആ പുളങ്കിത മുഖം ഒന്ന് കണ്ടിട്ട് പോക്കോളാം. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ടാ എന്റെ അടുത്താ? അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടുപിടിച്ചിട്ടേ പോകുന്നുള്ളൂ. ജെറി ജെറി നീ അവനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കണടി. ജെറി ജെറി. ഓ അവിടെ ആയിരുന്നാ? ഇറങ്ങി വാടാ, കണ്ടുപിടിച്ചടാ ജായ്. പിന്നെ പുതിയ പിള്ളേരെ മാത്രം പറഞ്ഞിട്ടെന്താ കാര്യം? കാരണവന്മാർ പോലും എപ്പോഴും മൊബൈലിലാണ്. അവരയക്കുന്ന വീഡിയോയെക്കുറിച്ച് പള്ളിയിൽ നിന്നല്ല പാരിഷ് ഹോളിൽ പോലും പറയാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചാണ് പണ്ടുള്ളവർ പറഞ്ഞത് കലികാലം കലികാലം. സാർ ഇതേതോ കിളിപോയ ആയിട്ടാണ്. കിളിപോയതാണെങ്കിലും നല്ല ഉരുപ്പിടിയാ. ഉരുപ്പിടി ആ കൂട്ടുപൊരി കഴിഞ്ഞാൽ ചെമ്മീൻ തൊണ്ട് പൊളിച്ച പോലെ. ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഞങ്ങളോട് ഇങ്ങനെ പെങ്ങളെ? നീ പോടാ. ആരാണ് നിന്റെ പെങ്ങള്? ഞാൻ സെറ്റപ്പാടാ സെറ്റപ്പ്. നിനക്ക് അങ്ങനെയല്ല കണ്ടപ്പോ തോന്നിയ? നമുക്ക് ആഘോഷിക്കാം. നമുക്കേ പോലീസിനെ വിളിച്ച് നന്നായിട്ട് ആഘോഷിക്കാം. അല്ല സാറ് പോലീസല്ലേ? പറ സാറേ, ഒന്ന് പറയടോ. അതെ നോക്കി, ഞാൻ SI ആയതുകൊണ്ട് പറയുക, പോലീസ് വന്നാൽ ഞങ്ങൾ മാത്രമല്ല നീയും കുടുങ്ങും. കുര്യാക്കോസിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താൽ മരണം നടന്നിട്ട് എത്ര സമയമായെന്ന് അറിയാൻ പറ്റും. പിന്നെ ഞങ്ങളെക്കാളും മുന്നേ ഇവിടെ വന്നത് ഹണിയാണെന്ന് ഇവിടുത്തെ CCTV നോക്കി അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആ കഥക ഒന്ന് തുറന്നു തന്നാൽ നമുക്ക് 4 പേർക്കും പോകാമായിരുന്നു. എന്റെ കയ്യിൽ തോക്ക് മാത്രമല്ല ഉള്ളത്. ചേട്ടാ ജനറേറ്റർ ഓണാ. അതിന് തന്നെയാ പോന്നെ. ഹായ് ഹണി. ഹായ്. ഹായ് ഡിയേഴ്സ്. പെണ്ണും മണ്ണും പിണ്ടും പുരുഷന് കീഴടക്കാനുള്ള മേച്ചിൽപ്പുറങ്ങൾ. എൻജോയ് എവറി മൊമെന്റ് ഓഫ് ദ ലൈഫ്. കിട്ടിയോടോ? ഇപ്പൊ കിട്ടിച്ചു. വരുന്നുണ്ട്. ഇപ്പൊ ശരിക്കും കിട്ടും.
ഒന്ന് മാറിയെന്ന്. എവിടേക്കാണോ തള്ളിക്കറി എടോ, വരുന്നത്? ഞാൻ ഇതിന്റെ താരേത് കിണ്ടിയാലും വേണ്ടില്ല, എനിക്കെന്നെ സ്വർണം കിട്ടണം. നാറികള്. ഛേ, എന്തുവാടോ ഇത്? താക്കോല് കാണാതെ പോയി. ഇയാളുടെ കയ്യിലായിരുന്നു. ഇപ്പൊ കിട്ടും സാർ. തന്റെ കയ്യിൽ സ്പെയർ കീയില്ലേ? അത് ബാങ്കിനകത്തായി പോയി സാർ. ഇഡിയറ്റ്, ചവിട്ടി പൊളിയിടോ. ഓക്കേ. ചെല്ല്. അമ്മ അച്ഛൻ വരട്ടെ മോളെ. ഏതെങ്കിലും സീരിയലിൽ തറ തുടച്ചോണ്ടിരിക്കുന്നുണ്ടാവും. തറ ഇന്നിങ്ങ് വരട്ട്. മാഡം, ആ പേയ്മെന്റ് അങ്ങ് ചെയ്തിരുന്നെങ്കിൽ. ഹസ്ബൻഡ് ഇപ്പൊ വരും. പിന്നെ മാഡം, ആതിര സിൽക്സിന്റെ ഒരു പർച്ചേസ് വാലറ്റ് കാർഡുണ്ട്. 10% ഡിസ്കൗണ്ടും 2% ക്യാഷ് ബാക്കും ഉണ്ട്. ഒരെണ്ണം എടുക്കട്ടെ? അനക്കിതൊന്നും തിരിയില്ലപ്പാ. ഓർ വരട്ട്. ഓ, സാർ, എവിടെയോ ജയദേവൻ? സാറിന്റെ മകളുടെ എൻഗേജ്മെന്റ് വന്നില്ല. ആരുടെ മോളുടെ? സാറിന്റെ മകളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കണ എന്റെ മോളുടെ എൻഗേജ്മെന്റോ? തന്റെ തലയ്ക്കോ ലോളോട്ടോടോ? 4 ദിവസമേ ആയുള്ളൂ സാർ. ഞാനിവിടെ ചാർജ് എടുത്തിട്ട്. പോയി ഫോൺ എടുക്കണോ? ഹലോ. ഞാൻ എസ് ജയദേവന്റെ ഭാര്യയാന്നേ. ഓറുണ്ടാടാ, ഒന്ന് കൊടുക്കോ? മാഡം, ജയദേവ് സാറിനെ തപ്പി CA സാർ വരെ വന്നിരിക്കുക. എവിടാന്ന് ഒരു വിവരവും ഇല്ല. 1 മണിക്കൂറിനുള്ളിൽ ജയദേവൻ എന്റെ മുമ്പിൽ വന്നിരിക്കണം. കോൾ സൈബർ സെൽ. അമ്മ എനിക്ക് തല ഇറങ്ങണ പോലെ. എന്നാ മോളെ, 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 എന്താ പറ്റിയേ? മോളെ, മോളെ. സാറേ, സാറേ, ഈ കിളി പോയ സാധനം പറയാനായിട്ട് ഇവിടെ ഇരിക്കാനാണ് പരിപാടി. നമുക്കിവിടെ ഒന്ന് പുറത്തു കൊണ്ടേ. എടാ, ഞാൻ അത് തന്നെയാണ് ആലോചിക്കണേ. വേറെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യണം? അവളിൽ തോക്കും സാധനങ്ങളൊക്കെ ഇല്ലേ? തോക്കാണ് അവളുടെ ബലങ്ങി, നമ്മളത് അടിച്ചു മാറ്റണം. അവളത് നിലത്ത് വെച്ചാലേ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. അതെങ്ങനെ അടിച്ചു മാറ്റും? അതെ, അവള് തമ്മിൽ വിശ്വസ്തതയുള്ളവരായി ജീവിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക. അങ്ങനെ നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും.
മുട്ടുന്നുണ്ട്. എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. Sunshine, my only sunshine. You make me happy when skies are gray. You are my sunshine, my only sunshine. You make me happy when skies are gray. ഇപ്പൊ 3 പേർക്കും മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ലേ? അവിടെ ഇരുന്ന് ഒഴിച്ചോ. അപ്പോഴേക്കും പോലീസ് വരും. എന്തുവാടത്? പൊക്കിള്ളല്ലേ? അല്ല, അതൊക്കെ പണ്ടാടോ. എങ്കിൽ ഹൗസിംഗിലായിരിക്കും. അവിടെയല്ല, കൈ മതി. ഓ ഭാഗ്യം. താൻ എന്താടോ പട്ടിയുടെ വായിൽ കൊണ്ട് തലവെച്ച് കൊടുക്കായിരുന്നോ? ഒന്നും ഓർമ്മയില്ല സിസ്റ്ററെ. അല്ല, എന്നെ ഇവിടെ ആര് കൊണ്ടുവന്നത്? പട്ടിയും കൊണ്ടുപോയ ആംബുലൻസിലെ തന്നെ ഇവിടെ ഇറക്കി. പട്ടിക്ക് എന്ത് പറ്റി? ആ, തന്നെ കടിച്ച പട്ടിയല്ലേ. പട്ടിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ പറ്റുമെന്ന് ആ ചേച്ചിക്ക് പേടി. ആ, പിന്നെ തനിക്ക് തരാൻ ഒരു കുറിപ്പും തന്നിട്ടുണ്ട്. ദാ. ഞരമ്പ് രോഗം ഒരു രോഗമായി കണക്കാക്കാത്തത് കൊണ്ട് കേസ് കൊടുക്കുന്നില്ല. വായിച്ചായിരുന്നു. സിസ്റ്റർ എന്നാ മൂക്ക് പറ്റിയേ? ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. മൂക്ക് മെൻസസ് ആയതാ. പോയി കണ്ടോളൂ. ഒന്നുമില്ല. പേടിച്ചു പോയാ? പേടിക്കാനൊന്നുമില്ല. ഒന്നുമില്ല. നിങ്ങൾ എന്താ ചേട്ടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? പിന്നെ നമ്മളെ മോളിൽ നിന്ന് വയസ്സറിയിച്ചു.
കാണിക്കണേ താൻ എന്തീ കാണിക്കണേ എടോ സാറേ വീട് സാറേ എന്റെ വീട് സാറേ വീട് സാറേ വീട്ടിലാണ് പ്രശ്നവും സാറേ സാറേ എന്നെ വഴിക്ക് വിട് പുറത്തിറങ്ങാൻ ജീവിക്കാൻ പറ്റില്ല. എന്താ നിങ്ങൾ രണ്ടുപേര് കാണിക്കണം? എന്താ കാര്യം? ബാൽക്കണിയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ നോക്കണു ഈ മണ്ടൻ. എനിക്ക് വീട്ടിൽ പോകണം സാറേ. പറഞ്ഞാലും ആരെ നോക്ക നീ പറയുന്ന കേട്ട് അവിടെ മിണ്ടായിരുന്നോ? വണ്ടി പുറത്ത് കിടക്കുന്നോണ്ട് അയാൾ ഇവിടെ കാണാതിരിക്കത്തില്ല. പോലീസല്ല അറിയില്ല, ഒന്നും കേൾക്കുന്നില്ല. തോർക്കുന്നില്ലല്ലോ, രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചപ്പോ. ഒന്നുകൂടി അടിച്ചു നോക്ക്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു രണ്ടുപേരും കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന്. അയ്യോ റോസി, ആ വായി നോക്കിയുടെ കാര്യം എന്നോട് മിണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട്. പറയുന്ന കേൾക്കുന്നില്ലേ? എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അയാൾ വരണ്ടെന്നേ. തിരിച്ചുപോയി. ആരാന്നറിയില്ല, പോലീസല്ല എന്തായാലും. കണ്ടോടാ പോലീസല്ല, നീ ചാടിച്ചെത്തിരുന്നെങ്കിൽ നിന്റെ ശവപ്പടിയാണ് തലയിലായിരുന്നു. പോലീസ് ഇല്ലെന്നുള്ളൂ, അവര് 3 പേരുണ്ടായിരുന്നു. ചിലപ്പോൾ അയൽവാസികളാവാം, അസോസിയേഷന്റെ ആൾക്കാരാവാം. അവള് വിളിച്ചു പറഞ്ഞായിരിക്കും. അതിനും സാധ്യതയുണ്ട്. അവളല്ലേ, എന്താ വിശ്വാസമായില്ലേ?